അപ്പോൾ അതേ ഇന്ന് ഭാര്യയുടെ ആദ്യത്തെ പരീക്ഷണമാണ് ഇഡ്ഡലി ഉണ്ടാക്കൽ. അപ്പോൾ പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഇഡ്ഡലി സെറ്റാക്കണേ. അപ്പോൾ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ കിട്ടിയ പണിയാണ്. ഒന്നുമല്ല, നമ്മൾ AC വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ വന്ന വീട്ടിൽ AC വെക്കാനുള്ള കണക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതേ ടെമ്പററി ആയിട്ട് കണക്ഷൻ നമ്മളിത് മെയിൻ സ്വിച്ചിൽ നിന്ന് വലിച്ച് പുറകു വഴി, അതായത് ഹോളിക്കട് കൊണ്ടുവരേണ്ട പകരം നമ്മൾ പുറത്തേക്കോട് എടുത്തത് അകത്ത് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ചെയ്യുന്ന കാരണം നമ്മളങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ സാമ്പാർ ചൂടാക്കിയത് ഇച്ചുവിനെ കുളിപ്പിക്കാൻ വേണ്ടിയുള്ള യുദ്ധമാണ്. അപ്പോൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ടൈപ്പാണ് പിച്ചു. അപ്പോൾ അവിടെ നിന്ന് സർക്കസ് കാണിക്കുന്നതാണ് ഇതാ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു പരുവത്തിന് ഇതേ കുളിപ്പിച്ച് ഇറക്കിക്കൊണ്ട് വരണ്ടേ അവിടെ നിന്ന് കനിഹേനെ. അപ്പോൾ കനിഹ അവിടെ നിന്ന് മുലക്കച്ചയും ചുറ്റിയത് ഇപ്പം ഇങ്ങോട്ട് വരും. അപ്പോൾ അവിടെ നിന്ന് ഊരി കളഞ്ഞു കേട്ടാ. അങ്ങനെ ഇതേ മുലക്കച്ച കഴിച്ച് കളഞ്ഞ് ട്രൗസർ ഇടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ബനിയിടാൻ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കണേയാണ് ഈ കാണുന്നത്. അപ്പോൾ അത് ഒരാൾ അവിടെ ബനിയം പൊക്കി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇച്ചുവിൻ്റെ ഓരോരോ വികൃതികളാണ് ഇപ്പോൾ ഇങ്ങനത്തെ പരിപാടികൾ. അങ്ങനെ ഇതേ ഒരു കണക്കിൻ്റെ ഇതേ ഇട്ട് സെറ്റാക്കി ബനിയൻ ട്രൗസറൊക്കെ ഇട്ട് ഇച്ചുവിൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഫോണിൽ കളിയാണ് പുള്ളിക്കാരി. അപ്പോൾ അതേ ഒരാൾ മുടി ഈരുണ്ട്, മുട്ടത്തലയിൽ മുടി വന്നു എന്നും പറഞ്ഞ് ഇപ്പോഴും ഈരിയാൽ ഭംഗിയാവുള്ളൂ എന്ന് പറഞ്ഞത് മുടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ അതേ രാവിലത്തെ ഇഡ്ഡലി 4 ഇഡ്ഡലിയും പിന്നെ 2 പപ്പടം വറുത്തതും പിന്നെ മോരൂട്ടാനും. അതാണ് ഇന്ന് വൈകുന്നേരം കഴിച്ചത്. അപ്പോൾ ഒരു പീസ് മോൾക്കും കൊടുത്തു. മോളവിടെ കിറ്റ്കാറ്റ് തിന്നോണ്ടിരിക്കുകയായിരുന്നു. അതിന് മധുരം ഭയങ്കര ഇഷ്ടമല്ല, അത് കാരണം കിറ്റ്കാറ്റ് എറിഞ്ഞ് കളഞ്ഞിട്ട് എൻ്റെ ഇഡ്ഡലി വാങ്ങി തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം മധുരത്തോട് വലിയ താല്പര്യം ഇപ്പില്ല. അപ്പം ഇത്രയേ ഉള്ളൂ.